അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്വഹ്ബിഹി അഹ്ലുസ്സുദ്ഖി വൽ വഫ അമ്മാബാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കൾ എന്ന എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇസ്ലാമിക ശിക്ഷണത്തിൽ മക്കളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അല്ലാതിരുന്നാൽ മക്കൾ വ്യതിചലിച്ചു പോകുമ്പോൾ മാതാപിതാക്കൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും അനുഭവിക്കേണ്ടതിൻ്റെ ഭയാനകമായ രംഗങ്ങളും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ എപ്പിസോഡിലൂടെ ഓരോ മാതാപിതാക്കളും മക്കളും അറിയേണ്ട ചില കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. സവിനയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉൾക്കൊള്ളുകയും മക്കളിലും നിങ്ങളിലും സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കൾ വിശുദ്ധ ഖുർആൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നല്ല ഭൂമിയിൽ രക്ഷിതാവിൻ്റെ അനുമതിയോടെ സസ്യലതാദികൾ നന്നായി മുളച്ചു വരും. എന്നാൽ ചീത്ത മണ്ണിൽ അവ മുരടിച്ച് മുളക്കൂ. സൂറത്തുൽ അറാഫിലെ 57-ാം വചനം. വിത്തുഗുണം 10 ഗുണം. നാം നമ്മുടെ പൂർവികരിൽ നിന്ന് കേൾക്കുന്ന ഒരു പഴമൊഴിയാണ്. നല്ല മക്കൾ ഉണ്ടാവണം. ഇത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. എന്നാൽ നല്ല മക്കളുണ്ടാകാൻ നല്ല മാതാപിതാക്കളും അനിവാര്യമാണ്. ഞാൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ തിന്മ ചെയ്യരുത്. ഇത് നല്ല ആഗ്രഹമാണെങ്കിലും നടക്കാൻ പ്രയാസമാണ്. കാരണം കുട്ടികളുടെ പ്രഥമവും പ്രധാനവുമായ പാഠശാല മാതാപിതാക്കളാണ്. മാതാപിതാക്കളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്. മാതാപിതാക്കളുടെ സ്വഭാവങ്ങളും ജീവിത രീതികളും കുട്ടികളിൽ കാര്യമായി സ്വാധീനിക്കും. അതുകൊണ്ട് മക്കൾ നന്നാവണം എന്ന് ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ നന്മയിൽ അവർക്ക് മാതൃകയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ കുട്ടികളും നന്മ സ്വീകരിക്കാൻ രൂപത്തിലാണ് ജനിക്കുന്നത്. അവനെ വ്യത്യസ്ത ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങളും അകൽച്ചയും കുട്ടികളിൽ ദുഷിച്ച സ്വഭാവങ്ങളുണ്ടാക്കും. പുകവലിക്കുന്ന പിതാവിൻ്റെ മകൻ പുകവലി ശീലിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇനി വല്ല ദുശ്ശീലങ്ങളും മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ കുട്ടികളുടെ മുന്നിൽ നിന്ന് അത് ഒഴിവാക്കൽ അനിവാര്യമാണ്. നല്ല ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾ നല്ലവരായിത്തീരും. മാതാപിതാക്കൾ പരസ്പരം സംഘർഷത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ വളരുന്ന എല്ലാ കുട്ടികളും സ്വഭാവ ദൂഷ്യമുള്ളവരായിരിക്കും. പരസ്പരം കലഹവും മറ്റുള്ളവരോട് വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. അത് സ്വാഭാവികമാണ്. അതേ പ്രകാരം കൂട്ടുകാരും നന്നാവണം. മോശപ്പെട്ട കൂട്ടുകെട്ടിൽ വരുമ്പോൾ ചീത്ത സ്വഭാവങ്ങൾ കടന്നു വരും. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണെന്ന് നാം അന്വേഷിക്കണം. അധ്യാപകരും കുട്ടികളുടെ നല്ല വളർച്ചയിൽ പ്രധാന ഘടകമാണ്. അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. അധ്യാപകരുടെ ഗുണനിലവാരം വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിൽ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തും. നല്ല മാതാപിതാക്കളും കൂട്ടുകാരും അധ്യാപകരും ഒരുങ്ങുമ്പോഴാണ് ഒരു കുട്ടിക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കുക. വിദ്യാർത്ഥിയുടെ എല്ലാ പുരോഗതിക്കും ഈ 3 ആളുകളും ഒരുമിച്ച് അധ്വാനിക്കണം. മാതാവും പിതാവും പരസ്പരം കുട്ടിയുടെ പുരോഗതിയുടെ വിഷയത്തിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്ത് ഗുണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും അവർ ചെയ്യുന്ന തിന്മകളെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല മാതാപിതാക്കൾക്ക് മോശപ്പെട്ട മക്കളുണ്ടാകും. അപൂർവങ്ങളിൽ അപൂർവമായി ഉണ്ട്. മഹാനായ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ കൻആൻ, ഉപ്പ പ്രവാചകരാണ്, മകൻ കാഫിര്യങ്ങളിൽപ്പെട്ട ആളായി അവസാനം മുങ്ങിച്ചാകുന്ന ഒരു അവസ്ഥ വരികയുണ്ടായി. ഖിദ്ർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള സഞ്ചാരമധ്യേ ഒരു കൊല്ലപ്പെട്ട കുട്ടിയുടെ കഥ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ ഉത്തമരായിരുന്നു, പക്ഷേ കുട്ടികൾ മോശപ്പെട്ടതിൻ്റെ ഉദാഹരണം. ഇതെല്ലാം വിധിയുടെ വൈവിധ്യങ്ങളാണ്. വിപരീതമായി മോശപ്പെട്ട പിതാക്കൾക്ക് നല്ല മക്കളുമുണ്ടാകും. മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂലിൻ്റെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന സ്വഹാബി വര്യൻ നല്ല കുട്ടിയായിരുന്നു.
സൂഫി വര്യനായ കുട്ടിയായിരുന്നു. പിതാവാണെങ്കിലോ മുനാഫിക്കുകളുടെ നേതാവുമായിരുന്നു. മക്കൾക്കുള്ള പ്രാർത്ഥനകൾ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. മക്കൾ എത്ര ഉന്നതരാണെങ്കിലും മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിൽ വീഴ്ച വരുത്തിയാൽ വലിയ വില നൽകേണ്ടി വരും. അള്ളാഹു പറയുന്നു, നീ എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക. അള്ളാഹുവിനുള്ള നന്ദിയോട് ചേർത്താണ് മാതാപിതാക്കൾക്കുള്ള നന്ദിയെ അള്ളാഹു പരാമർശിച്ചത്. ഉസൈർ റളിയല്ലാഹുവിൻ്റെ സംഭവം ഇതിൽ നമുക്ക് മാതൃകയാണ്. ഉസൈർ റളിയല്ലാഹുവിന് ഉന്നത സ്ഥാനമുള്ള മഹാനായിട്ടും തൻ്റെ മാതാവ് അദ്ദേഹത്തിനെതിരിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് ഫലിച്ചു. അൽഖമ റളിയല്ലാഹുവിൻ്റെ സംഭവം ഇതിൽ മറ്റൊരു ഉദാഹരണമാണ്. അൽഖമ റളിയല്ലാഹുവിന് നബി തങ്ങളുടെ അടുത്ത സ്വഹാബിയായിട്ടും മാതാവിനേക്കാൾ ഭാര്യയ്ക്ക് അല്പം മുൻഗണന നൽകിയപ്പോൾ മാതാവിൻ്റെ മനോവിഷമത്തിനും മാതാവ് അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കാനും കാരണമായി. അതുകൊണ്ട് അവസാനം കെലിമ ചൊല്ലാൻ വിഷമം നേരിട്ടു. അവസാനം ഉമ്മ മാപ്പ് നൽകി കെലിമ ചൊല്ലി മരണപ്പെട്ടു. മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ഫലമായി മക്കൾ ഉന്നതരായതും ചരിത്രത്തിൽ ധാരാളമുണ്ട്. ഉദാഹരണം, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മാതാവിൻ്റെ സേവനത്തിൽ ജീവിച്ച് മഹത്തായ സ്ഥാനം കരസ്ഥമാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചിരുന്നു. ഈ ഉന്നത വിജയം നേടിയത് ഉമ്മയെ സേവിച്ചതുകൊണ്ടും ഉമ്മയുടെ പ്രാർത്ഥനാ ഫലവുമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ നിസ്തുല്യനായ പണ്ഡിതനായത് ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്തവനായിരുന്നു. ഉമ്മയുടെ പ്രാർത്ഥനാ ഫലമായി കാഴ്ച തിരിച്ചു കിട്ടി. മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉത്തരം ലഭിക്കുന്നതും വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. അള്ളാഹു പറയുന്നു, തനിക്കല്ലാതെ നിങ്ങൾ ആരാധന അർപ്പിക്കരുതെന്നും മാതാപിതാക്കളോട് ഉദാത്ത സമീപനം പുലർത്തണമെന്നും താങ്കളുടെ നാഥൻ വിരിച്ചിരിക്കുന്നു. അവരിലൊരാളോ ഇരുവരും തന്നെയോ വാർദ്ധക്യപ്രാപ്തരായി നിന്റെ സമീപമുണ്ടായാൽ അവരോട് ഛേ എന്ന് പറയുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യരുത്. ആദരപൂർണമായ വാക്കുകൾ പറയുകയും കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറകുകൾ അവരിരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. രക്ഷിതാവേ, ഇവർ രണ്ടുപേരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ ഇവർക്ക് നീ കാരുണ്യം ചൊരിയണേ. സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു, 3 ഒഴികെ. ഉപകാരപ്രദമായ വിജ്ഞാനം, നിലനിൽക്കുന്ന ദാനധർമ്മം, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾ ജീവിക്കുമ്പോഴും പ്രത്യേകിച്ച് മരണശേഷവും ലഭിക്കും. എന്നാൽ മക്കൾ സ്വാലിഹായി വളർത്തിയാൽ മാത്രമേ ഈ ഉപകാരം ലഭിക്കുകയുള്ളൂ. മറിച്ചാണെങ്കിൽ അവർ അപകടകാരികളായിരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, നാഥാ, ജിന്നിലും മനുഷ്യരിലും നിന്ന് ഞങ്ങളെ ദുർമാർഗത്തിലാക്കിയ 2 കക്ഷികളെ കാണിച്ചു തരണമേ. അവർ ഏറ്റവും തരം താഴ്ന്നവരിൽ ആകത്തക്ക വിധം കാൽ കീക്കിലിട്ട് ഞങ്ങൾ അവരെ ചവിട്ടട്ടെ. സൂറത്തുൽ ഫസ്സിലത്തിലെ 29 വചനം. ഞങ്ങളുടെ നാഥാ, വിചാരണ നടക്കുന്ന നാളിൽ എനിക്കും മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പാപങ്ങൾ പൊറുത്തു തരണമേ. സൂറത്തുൽ ഇബ്രാഹിം 41 വചനം. ആൺ പെൺ സന്താനങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ആകാശഭൂമികളുടെ രാജാധിപത്യം അള്ളാഹുവിനാണ്. താൻ ഉദ്ദേശിക്കുന്നവന്നത് അവൻ സൃഷ്ടിക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെയും മറ്റു ചിലർക്ക് ആൺമക്കളെയും നൽകുന്നു, അല്ലെങ്കിൽ ആണും പെണ്ണും കലർത്തി നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ വന്യരുമാക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും സർവശക്തനുമാകുന്നു. ആൺകുട്ടികളോട് കൂടുതൽ സ്നേഹവും താല്പര്യവുമുള്ള ആളുകൾക്ക് കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ ആണും പെണ്ണും അള്ളാഹുവിൻ്റെ വരദാനങ്ങളാണ്. ഏതുകൊണ്ടാണ് ഉപകാരമുണ്ടാവുക അള്ളാഹു മാത്രമാണ് അറിയുക. ആയതിനാൽ ആണായാലും പെണ്ണായാലും അള്ളാഹു തന്നത് തൃപ്തിപ്പെടുക. മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിനും ലൂത്ത് നബി അലൈഹിസ്സലാമിനും പെൺമക്കളെ മാത്രമാണ് നൽകിയിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും യാക്കൂബ് നബിക്കും ആൺമക്കളെ മാത്രമാണ് നൽകിയിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ആൺമക്കളെയും പെൺമക്കളെയും നൽകിയിട്ടുണ്ട്. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇവർക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ടില്ല. ഇതിൽ നിന്ന് ഗുണപാഠം സ്വീകരിക്കുകയും അവരോട് മാതൃകയും അവരുടെ ക്ഷമയും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ ദമ്പതിമാരും മാതാപിതാക്കളും ജീവിക്കേണ്ടത്. സ്ത്രീ ഭ്രൂണഹത്യ ജാഹിലിയ്യ കാലത്തെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിന് സമമാണ്. നിയമപരമായി ഇത് വിലക്കപ്പെട്ടതാണെങ്കിലും രഹസ്യമായി ഇത് പല ഹോസ്പിറ്റലുകളും നടത്തുന്നു എന്നത് ഖേദകരമാണ്. പെൺമക്കളെ സംരക്ഷിച്ച് പഠിപ്പിച്ച് നല്ല ഭർത്താക്കന്മാരോടൊപ്പം പറഞ്ഞയച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ.